ഓക്കെ, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളൊരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് സിസ്റ്റം ഓഫ് എ കമ്പനി. ഒരു കമ്പനിയുടെ ക്യാഷ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുന്നതിനാണ് നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഇൻഫ്ലോയിൻ്റെയും ഔട്ട്ഫ്ലോയിൻ്റെയും മാനേജ്മെൻറ്റിനെയാണ് നമ്മൾ ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഫോർകാസ്റ്റിംഗ്, കളക്ടിംഗ്, ഡിസ്ബേഴ്സിംഗ്, ഇൻവെസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് ഫോർ ദ ക്യാഷ് എ കമ്പനി നീഡ്സ് ടു ഓപ്പറേറ്റ് ഇറ്റ്സ് ബിസിനസ് സ്മൂത്ത്ലി. ഒരു കമ്പനിക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ് പ്രവർത്തനങ്ങൾ സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ക്യാഷിനെ പ്ലാൻ ചെയ്യുകയും അതിനെ നിക്ഷേപിക്കുകയും ഡിസ്ബേഴ്സ് ചെയ്യുക, വിനിയോഗിക്കുകയും കളക്ട് ചെയ്യുകയും ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് ക്യാഷ് മാനേജ്മെൻറ്റ് നടപ്പിലാക്കുന്നത്? ടു മീറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോസ്. ക്യാഷ് ഔട്ട്ഫ്ലോസ്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന പേയ്മെൻറ്റുകൾ അല്ലെങ്കിൽ ഔട്ട്ഫ്ലോസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും മിനിമൈസ് ദ ക്യാഷ് ബാലൻസ് മിനിമൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് ആവശ്യങ്ങൾ കൊണ്ടാണ് പ്രധാനമായിട്ടും ക്യാഷ് മാനേജ്മെൻറ്റ് എന്നുള്ളത് നടപ്പിലാക്കുന്നത്. അതായത് ടു പ്രിവെൻറ്റ് ദ ഇൻസോൾവൻസി ഓർ ബാങ്ക്രപ്സി. ഇൻസോൾവൻസിയോ അല്ലെങ്കിൽ ബാങ്ക്രപ്സി, പാപ്പരത്വമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസോൾവൻസി ഉണ്ടാകുന്നതിനെ അവോയ്ഡ് ചെയ്യുക എന്നതിൻ്റെ ഒരു ലക്ഷ്യമാണ് ടു മെയിൻറ്റെയിൻ എ ഗുഡ് റിലേഷൻ വിത്ത് ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ് എക്സെട്ര. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സും സപ്ലയേഴ്സുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ടു എൻഷുർ ദ സ്ട്രോങ് ക്രെഡിറ്റ് റേറ്റിംഗ്. സ്ട്രോങ് ആയിട്ടുള്ള ക്രെഡിറ്റ് റേറ്റിംഗ് എൻഷുർ ചെയ്യുക. ടു ടേക്ക് അഡ്വാൻറ്റേജ് ഓഫ് ഫേവറബിൾ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ അഡ്വാൻറ്റേജ് നേടിയെടുക്കുക എന്നതാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ്. പിന്നെ അതിൻ്റെ ഫേസസ് എന്ന് പറയുന്നത് ക്യാഷ് പ്ലാൻ ചെയ്യുക, മാനേജ് ചെയ്യുക, ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് മാനേജ് ചെയ്യുക, സർപ്ലസ് ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ള 4 ഫേസസ് ആണ് അതിൽ വരുന്നത്. ഒന്ന് ക്യാഷ് പ്ലാൻ ചെയ്യുക, പിന്നെ ക്യാഷ് ഔട്ട്ഫ്ലോസിനെ മാനേജ് ചെയ്യുക, ഒപ്റ്റിമം ക്യാഷ് ബാലൻസ് മാനേജ് ചെയ്യുക, സർപ്ലസ് ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ആക്സിലറേറ്റിംഗ് ദ ക്യാഷ് റിസീപ്റ്റ്സ് എന്നുള്ളൊരു ഭാഗത്തിൽ പറഞ്ഞു. അതായത് ക്യാഷ് ഇൻഫ്ലോസ് എങ്ങനെയായിരിക്കും നമുക്ക് ആക്സിലറേറ്റ് ചെയ്യുക എന്നുള്ളത്. എവറി ഫേം ഹാസ് എ നെസസറി ആക്ടിവിറ്റി ടു ഇൻക്രീസ് ഇറ്റ്സ് ഇൻഫ്ലോസ് ആൻഡ് റെഡ്യൂസ് ഇറ്റ്സ് ഔട്ട്ഫ്ലോസ്. ഔട്ട്ഫ്ലോസിനെ റെഡ്യൂസ് ചെയ്തിട്ടും ഇൻഫ്ലോസിനെ ഇൻക്രീസ് ചെയ്യുമ്പോഴുമാണ് ഫേമിൻ്റെ സക്സസ് എന്നുള്ളത് ഉണ്ടാകുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ ഫിനാൻഷ്യൽ മാനേജർ ഷുഡ് ടേക്ക് സ്റ്റെപ്സ് ഫോർ സ്പീഡി റിക്കവറി ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നുമുള്ള പണം സ്പീഡായിട്ട് റിക്കവർ ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഫിനാൻഷ്യൽ മാനേജർ ഫോളോ ചെയ്യണം. ഫോർ ദിസ് പർപ്പസ് പ്രോപ്പർ ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം ഷുഡ് ബി ഇൻസ്റ്റാൾഡ് ഇൻ ദ ഫേം. അതിൻ്റെ ഭാഗമായിട്ട് ഫേമിൽ പ്രോപ്പറായിട്ടുള്ള ഇൻറ്റേർണൽ കൺട്രോൾ സിസ്റ്റം എന്നുള്ളത് ഇൻസ്റ്റാൾ ചെയ്യണം. വൺസ് ദ ക്രെഡിറ്റ് സെയിൽസ് ഹാവ് ബീൻ എഫക്റ്റഡ്, ക്രെഡിറ്റ് സെയിൽസ് ഉണ്ടാകുന്ന സമയത്ത് തന്നെ ദർ ഷുഡ് ബി എ ബിൽറ്റ് ഇൻ മെക്കാനിസം ഫോർ ടൈംലി റിക്കവറി ഫ്രം ദ ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും എമൗണ്ട് ടൈമായിട്ട് റിക്കവർ ചെയ്യുന്നതിനുള്ള ഒരു ബിൽറ്റ് ഇൻ മെക്കാനിസം നടപ്പിലാക്കണം. സോ പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ടു ഷോ ദ ഔട്ട്സ്റ്റാൻഡിംഗ് ബിൽസുകൾ കാണിക്കുന്ന പീരിയോഡിക് സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിപ്പയർ ചെയ്യണം. ഇൻസെൻറ്റീവ്സ് ഓഫർ ടു ദ കസ്റ്റമേഴ്സ് ഫോർ ഏർലി ഓർ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് ഷുഡ് ബി വെൽ കമ്മ്യൂണിക്കേറ്റഡ് ടു ദം. കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസെൻറ്റീവ്സിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രോംപ്റ്റ് പേയ്മെൻറ്റ് എന്നുള്ളത് നടപ്പിലാക്കുകയും വേണം. Once the checks or drafts received from customers, no delay should be there in depositing these receipts with banks. കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ നിന്നും ചെക്സുകളോ ഡ്രാഫ്റ്റുകളോ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബാങ്കുകളിൽ നിക്ഷേപിക്കുന്നതിനോ അല്ലെങ്കിൽ റെസിപ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നതിനോ ഡിലേ വരുത്താൻ പാടില്ല. സോ there are several techniques to reduce the time lag in collection of റിസീവബിൾസ് കളക്ട് ചെയ്യുന്നതിന് ടൈം ലാഗ് റെഡ്യൂസ് ചെയ്യാൻ ഒരുപാട് ടെക്നിക്സുകൾ ക്യാഷ് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കാറുണ്ട്. അതിലെ ചില പ്രധാനപ്പെട്ട ടെക്നിക്സുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ലോക്ക് ബോക്സ് സിസ്റ്റം, പിന്നെ കോൺസെൻട്രേഷൻ ബാങ്കിങ്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. അതിൽ ലോക്ക് ബോക്സ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോക്ക് ബോക്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് സിസ്റ്റം വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ USA ഇൻ 1947. 1947 അമേരിക്കയിലാണ് ഈ സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് സ്പീഡി കളക്ഷൻ ഓഫ് ക്യാഷ് ഫ്രം ഡെപ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് സ്പീഡായിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഇൻ അതർ വേർഡ്സ്, ലോക്ക് ബോക്സ് സിസ്റ്റം റെഡ്യൂസസ് ദ മെയിൽ ടൈം ഡിലേ. അതായത് പോസ്റ്റൽ വഴി ഡെപ്റ്റുകൾ കൈമാറ്റം ചെയ്യുന്നതിൻ്റെ ഡിലേ ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ള ഒരു സിസ്റ്റമാണത്. ഇറ്റ് ഈസ് നോട്ട് പോപ്പുലർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ഇത് പോപ്പുലർ അല്ല. ഈ സിസ്റ്റം പ്രകാരം അണ്ടർ ദിസ് സിസ്റ്റം എ ഫേം ഓർ പേയി എസ്റ്റാബ്ലിഷസ് എ പോസ്റ്റ് ഓഫീസ് ബോക്സ് നിയർ ദ കസ്റ്റമേഴ്സ് ഏരിയ. ക്രെഡിറ്റ് കസ്റ്റമേഴ്സ് ഉള്ള ഏരിയയ്ക്ക് സമീപമായിട്ടൊരു പോസ്റ്റ് ഓഫീസ് ബോക്സ് സ്ഥാപിക്കുകയും ആൻഡ് ദെൻ ദ ഫേം ഓർഡേഴ്സ് ഇറ്റ്സ് ഡെപ്റ്റേഴ്സ് ടു സെൻഡ് ദെയർ ചെക്സ് ടു ദ പോസ്റ്റ് ഓഫീസ് ബോക്സ്. അതായത് ഫേം അതിൻ്റെ ഡെപ്റ്റേഴ്സിനോട് അവരുടെ കൈവശമുള്ള ചെക്ക് അല്ലെങ്കിൽ പണമായിട്ട് നൽകാൻ ഉദ്ദേശിക്കുന്ന ചെക്ക് എന്ത് ചെയ്യാം, പോസ്റ്റ് ഓഫീസ് ബോക്സിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും.
then it's a പോസ്റ്റ് ഓഫീസ് ബോക്സ് റാദർ ദാൻ ടു ദ ഫേംസ് ഹെഡ് ക്വാർട്ടേഴ്സ്. ഫേമിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് പകരം പോസ്റ്റ് ഓഫീസ് ബോക്സിൽ നിക്ഷേപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യും. ദെൻ ദ പേയ്മെൻറ്റ്സ് ആർ കളക്റ്റഡ് ബൈ ദ ലോക്കൽ ബാങ്ക്സ്. പേയ്മെൻറ്റുകൾ കളക്ട് ചെയ്യുന്നത് ലോക്കൽ ബാങ്ക്സുകളായിരിക്കും. വിച്ച് ആർ ഓതറൈസ്ഡ് ടു ഡു സോ. കളക്ട് ചെയ്യാൻ അധികാരപ്പെടുത്തിയിട്ടുള്ള ലോക്കൽ ബാങ്കുകളായിരിക്കും പേയ്മെൻറ്റുകൾ ഓതറൈസ് ചെയ്യുന്നുണ്ടാവുക. ദ ബാങ്ക് ഓപ്പൺസ് ദ ബോക്സ് സെവറൽ ടൈംസ് എ ഡേ. ഒരു ദിവസത്തിൽ പലതവണ ബാങ്ക് അത് ഓപ്പൺ ചെയ്യുകയും ആൻഡ് കളക്ട്സ് ദ ചെക്സ് ഫ്രം ദ ലോക്ക് ബോക്സ്. ലോക്ക് ബോക്സിൽ നിന്നും ചെക്ക് കളക്ട് ചെയ്യുകയും ചെയ്യും. ദെൻ ദ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ദീസ് ചെക്സ് ഇൻ ദ ഫേംസ് അക്കൗണ്ട്. അതിനുശേഷം ഈ ചെക്ക് എന്നുള്ളത് ഫേമിൻ്റെ അക്കൗണ്ടിലേക്ക് ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ദിസ് കട്ട്സ് ആൻ ആവറേജ് ഓഫ് 2 or 3 days ഔട്ട് ഓഫ് ദ ഹോൾ പ്രോസസ്. ഈ മുഴുവൻ പ്രോസസ്സ് നടപ്പിലാക്കാൻ മാക്സിമം 2-3 ദിവസം കൊണ്ട് നടപ്പിലാക്കുകയും ചെയ്യും. സോ ലാർജ് ഫേംസ് ഹാവ് മെനി ലോക്ക് ബോക്സസ് ഇൻ ആൾ ഏരിയാസ് വെയർ കസ്റ്റമേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ്. കസ്റ്റമേഴ്സ് കൂടുതലായിട്ടുള്ള ഏരിയസിൽ ഇത്തരത്തിലുള്ള ഫേമുകൾക്ക് ലോക്ക് ബോക്സുകൾ ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോക്ക് ബോക്സിൻ്റെ നേട്ടം എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഡ്യൂസസ് ദ മെയിലിംഗ് ടൈം ഓഫ് കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ പേയ്മെൻറ്റുകൾ മെയിലിംഗ് ചെയ്യാനുള്ള സമയം റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ചാൻസ് ഓഫ് ഫ്രോഡ്, കളക്ഷൻ പ്രോസസ്സിലുള്ള ചാൻസ് ഓഫ് ഫ്രോഡിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. റെഡ്യൂസസ് ദ ടൈം ഡ്യൂറിങ് വിച്ച് പേയ്മെൻറ്റ്സ് റിസീവ്ഡ് റിമെയിൻ അൺകളക്റ്റഡ്. പേയ്മെൻറ്റ്സ് റിസീവ് ചെയ്തത് അൺകളക്റ്റഡ് ആവുന്നതിനുള്ള ടൈമിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കോസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് മാനുവൽ പ്രിപ്പറേഷൻ ഓഫ് ഡെയിലി റെസിപ്റ്റ്. ഡെയിലി റെസിപ്റ്റുകൾ മാനുവലായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഡിസോണസ്റ്റ് ചെക്സുകൾ ഉണ്ടാവുന്നതിനെ അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അൺസർട്ടിനിറ്റി അവോയ്ഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ സ്മാൾ ഫേംസ്. സ്മാൾ ഫേംസിന് അത് സ്യൂട്ടബിൾ അല്ല. So it is economical only if there is a relatively large number of payments being received in a particular area. ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ലാർജ് നമ്പർ ഓഫ് പേയ്മെൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തായി മാറും? എക്കണോമിക്കലായിട്ട് മാറും. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്കാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ലോക്ക് ബോക്സ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇനി അടുത്ത് കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് പറയുന്നത്. എന്താണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്ന് നോക്കാം. Firms that may have many branches and at different places can collect their account receivables quickly by applying a concentration banking system. This system works on a decentralized manner. Under this system, multiple collection points are made to expedite the collection of fund. This reduces mailing time. So, concentration banking എന്ന് പറയുന്നത് എന്താണ്? Firms that may have many branches and at different places. വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകളുള്ള ഫേമിന് ക്യാൻ കളക്ട് ദെയർ അക്കൗണ്ട് റിസീവബിൾസ് കളക്ട് ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത്. ഫേംസ് വിച്ച് ഹാവ് മെനി ബ്രാഞ്ചസ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് ക്യാൻ യൂസ് ദിസ് സിസ്റ്റം ഫോർ കളക്ടിങ് ഇറ്റ്സ് അക്കൗണ്ട് റിസീവബിൾസ്. ദിസ് സിസ്റ്റം വർക്ക്സ് ഓൺ എ ഡീസെൻട്രലൈസ്ഡ് മാനർ. ഇത് വർക്ക് ചെയ്യുന്നത് ഒരു ഡീസെൻട്രലൈസ്ഡ് മാനറിലാണ്. അണ്ടർ ദിസ് സിസ്റ്റം മൾട്ടിപ്പിൾ കളക്ഷൻ പോയിൻറ്റ്സ് ആർ മെയ്ഡ് ടു എക്സ്പെഡിയേറ്റ് ദ കളക്ഷൻ ഓഫ് ഫണ്ട് കളക്ട് ചെയ്യാൻ ആവശ്യമുള്ള മൾട്ടിപ്പിൾ കളക്ഷൻ പോയിൻറ്റുകൾ മെയ്ഡ് ചെയ്യുന്നുണ്ട്. സോ ദിസ് റെഡ്യൂസസ് ദ മെയിലിംഗ് ടൈം. അതുകൊണ്ട് തന്നെ മെയിലിംഗ് ടൈം എന്നുള്ളത് റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ പോസ്റ്റൽ വഴി ഫണ്ടുകൾ കൈമാറ്റം ചെയ്യുന്നത് അല്ലെങ്കിൽ മണി ഓർഡർ അത്തരത്തിലുള്ള അവസ്ഥകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവോയ്ഡ് ചെയ്യാൻ കഴിയും. മൾട്ടിപ്പിൾ കളക്ഷൻ പോയിൻറ്റുകൾ ഇതിൻ്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കളക്ഷൻ സെൻറ്റേഴ്സ് ഓർ പോയിൻറ്റ്സ് ആർ സെറ്റപ്പ് ഇൻ ഡിഫറെൻറ്റ് ജോഗ്രഫിക്കൽ സെൻറ്റേഴ്സ്. വ്യത്യസ്ത ജോഗ്രഫിക്കൽ സെൻറ്ററുകളിലെ കളക്ഷൻ പോയിൻറ്റുകളോ അല്ലെങ്കിൽ കളക്ഷൻ സെൻറ്ററുകളോ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ദ കമ്പനി ഹാസ് എ സെൻട്രൽ അക്കൗണ്ട് കാൾഡ് കോൺസെൻട്രേഷൻ ബാങ്കിങ്. കമ്പനിക്ക് ഒരു സെൻട്രൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതിനെയാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബാങ്ക് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. So the company has a general central account called concentration banking. When the customer deposits his payment to the local collection center, കസ്റ്റമർ അവരുടെ ഡെപ്പോസിറ്റുകൾ ലോക്കൽ കളക്ഷൻ സെൻറ്ററിലേക്ക് പേയ്മെൻറ്റ് നടപ്പിലാക്കുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ദ സെൻട്രൽ ഓഫീസിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അനദർ മെത്തേഡ് ഓഫ് മൂവിങ് മണി ഫ്രം വൺ ബാങ്ക് ടു അനദർ ഈസ് എൻ ഇലക്ട്രോണിക് വയർ ട്രാൻസ്ഫർ. അതായത് കസ്റ്റമർ അവരുടെ ഡെപ്പോസിറ്റ്സ് ഹിസ് പേയ്മെൻറ്റ് ടു ദ ലോക്കൽ കളക്ഷൻ സെൻറ്ററിലേക്ക് ഡെപ്പോസിറ്റുകൾ നടപ്പിലാക്കുമ്പോൾ ഇറ്റ് ഗെറ്റ്സ് ട്രാൻസ്ഫേർഡ് ടു ദ സെൻട്രൽ ഓഫീസിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും. അതായത്
കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ബാങ്കിന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വ്യത്യസ്ത പ്ലേസുകളിൽ ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അവിടെ നിന്നുള്ള പണം കളക്ട് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു മാർഗ്ഗമാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ ഡീസെൻട്രലൈസ്ഡ് മാനറിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇവിടെ മൾട്ടിപ്പിൾ കളക്ഷൻ പോയിന്റുകൾ ഉണ്ടായിരിക്കും. ഫണ്ടുകൾ കളക്ട് ചെയ്യാൻ ആവശ്യമുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള കളക്ഷൻ പോയിന്റുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മെയിലിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ കഴിയും. ഈ കളക്ഷൻ സെൻറ്ററുകളോ പോയിന്റുകളോ വ്യത്യസ്ത ജോഗ്രഫിക്കൽ സെൻറ്ററുകളിലായിരിക്കും പ്ലേസ് ചെയ്തിട്ടുണ്ടാവുക. അതുപോലെ തന്നെ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനിക്ക് ഒരു സെൻട്രൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. ആ സെൻട്രൽ അക്കൗണ്ട് എന്നുള്ളതിനെയാണ് കോൺസെൻട്രേഷൻ ബാങ്കിങ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബാങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള സെൻട്രൽ അക്കൗണ്ട് ഉണ്ടായിരിക്കും. കസ്റ്റമർ പണം ആ കോൺസെൻട്രേഷൻ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ഹിസ് പേയ്മെൻറ്റ് ടു ദ ലോക്കൽ കളക്ഷൻ സെൻറ്ററിലുള്ള അവരുടെ പേയ്മെൻറ്റ് എന്നുള്ളത് ഈ സെൻട്രൽ ഓഫീസിലേക്ക് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ഇത് മുഖാന്തരം ഫണ്ട് ഈസി ആയിട്ട് കളക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി നേടിയെടുക്കാനും കഴിയും. ഇനി അതുപോലെ തന്നെ അനദർ മെത്തേഡ് ഓഫ് മൂവിങ് മണി ഫ്രം വൺ ബാങ്ക് ടു അനദർ, ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് പണം മൂവ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡാണ് ഇലക്ട്രോണിക് വയർ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. 2 ടയർ ട്രാൻസ്ഫർ നെറ്റ്വർക്ക്സ് ആർ ഇൻ യൂസ് ബൈ ബാങ്ക്. ബാങ്കിൽ ഇത്തരത്തിലുള്ള 2 ടയർ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് ഉപയോഗിക്കുന്നുണ്ട്. വയർ ട്രാൻസ്ഫറിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇറ്റ് ഈസ് ക്വിക്ക് ആൻഡ് സേഫ് ആണ്, വളരെ വേഗത്തിലാണ് കഴിയുന്നതും അതുപോലെ തന്നെ സുരക്ഷിതത്വമുള്ളതുമാണ്. പക്ഷേ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ആണ്, അത് ചിലവേറിയൊരു മാർഗ്ഗം കൂടിയാണ്. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ടുള്ള ഒരു ടെക്നിക്കാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്സാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. എന്താണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്? ദിസ് ഇസ് ആൻ ഇലക്ട്രോണിക് നെറ്റ്വർക്ക്. ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് എന്ന് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് നെറ്റ്വർക്കാണ്. ഇറ്റ് സെൻസ് ഡാറ്റ ഫ്രം വൺ ബാങ്ക് ടു അനദർ. ഒരു ബാങ്കിൽ നിന്ന് മറ്റൊരു ബാങ്കിലേക്ക് ഡാറ്റ സെൻഡ് ചെയ്യുന്നുണ്ട്. നോ പേപ്പർ ചെക്സ് ആർ സെൻഡ്. പേപ്പർ ചെക്കുകൾ സെൻഡ് ചെയ്യുന്നില്ല, പകരം ഹെൻസ് ദിസ് അവോയ്ഡ്സ് മെയിൽ ടൈം ഡിലേ. പേപ്പർ ചെക്കുകളാവുന്ന സമയത്ത് മെയിൽ ടൈം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പേപ്പർ ചെക്കുകൾ അവോയ്ഡ് ചെയ്യുന്നത്. സോ ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസ് ഗ്യാരണ്ടീസ് 1 day ക്ലിയറിംഗ് റിഗാർഡ്ലെസ് ഓഫ് ദ ബാങ്ക്സ് ലൊക്കേഷൻ. ഒരു ദിവസം കൊണ്ട് തന്നെ ചെക്കുകളുടെ ക്ലിയറിംഗ് എന്നുള്ളത് നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ്സ് എന്നുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ACH ഗ്യാരണ്ടീസ് 1 day ക്ലിയറിംഗ്, ഒരു ദിവസം കൊണ്ട് തന്നെ ക്ലിയറിംഗ് എന്ന് നടപ്പിലാക്കാൻ കഴിയും. റിഗാർഡ്ലെസ് ഓഫ് ദ ബാങ്ക്സ് ലൊക്കേഷൻ, ബാങ്കിൻ്റെ ലൊക്കേഷനിൽ ചേർന്നിട്ട് 1 day തന്നെ ക്ലിയറിംഗ് നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റമാണ് ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സീറോ ബാലൻസ് അക്കൗണ്ട്. എന്താണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് നോക്കാം. അണ്ടർ ദിസ് സിസ്റ്റം എ ഫേം ഡസ് നോട്ട് കീപ്പ് എനി ക്യാഷ് ബാലൻസ് ഇൻ ദ ബാങ്ക് അക്കൗണ്ട്. ഈ സിസ്റ്റം പ്രകാരം ഫേം ബാങ്ക് അക്കൗണ്ടിൽ ക്യാഷ് ബാലൻസ് കീപ്പ് ചെയ്യില്ല. സോ ക്യാഷ് ഈസ് ട്രാൻസ്ഫേർഡ് ഓൺലി വെൻ ദ ചെക്സ് ഈസ് പ്രസൻറ്റഡ് ഫോർ ദ പേയ്മെൻറ്റ് ടു ദ ബാങ്ക്. ക്യാഷ് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എപ്പോഴാണ്? വെൻ ദ ചെക്സ് ഈസ് പ്രസൻറ്റഡ് ഫോർ ദ പേയ്മെൻറ്റ് ടു ദ ബാങ്ക്. ബാങ്കിലേക്ക് പേയ്മെൻറ്റിന് വേണ്ടി ചെക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ക്യാഷ് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. Thus, a zero balance account is a bank account with zero balance. സീറോ ബാലൻസ് ഉള്ള ഒരു ബാങ്ക് അക്കൗണ്ടിനെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയുന്നത്? സീറോ ബാലൻസ് അക്കൗണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ സീറോ ബാലൻസ് അക്കൗണ്ട് ഈസ് എൻ അക്കൗണ്ട് വിത്ത് സീറോ ബാലൻസ്. സീറോ ബാലൻസ് ഉള്ള ഒരു അക്കൗണ്ടിനെയാണ് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് വിത്ത് സീറോ ബാലൻസിനാണ് സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഓൺലി ആൻ എമൗണ്ട് സഫീഷ്യൻറ്റ് ടു കവർ ഡേയ്സ് ചെക്സ് ഈസ് ഡെപ്പോസിറ്റഡ്. ഒരു ദിവസത്തെ ചെക്ക് കവർ ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ട് മാത്രമാണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. സോ ഐഡിൽ ക്യാഷ് ബാലൻസ് ഈസ് ദസ് മിനിമൈസ്ഡ്. അനധികൃതമായിട്ടുണ്ടാവുന്ന ക്യാഷ് ബാലൻസിനെ മിനിമൈസ് ചെയ്യാൻ കഴിയുന്നു. ഇതാണ് സീറോ ബാലൻസ് അക്കൗണ്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ ഫേം ബാങ്കിൽ ക്യാഷ് കീപ്പ് ചെയ്യുന്നതിന് പകരം ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ ആവശ്യമുള്ള അല്ലെങ്കിൽ ചെക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ആവശ്യമുള്ള ക്യാഷ് മാത്രമാണ് ബാങ്കിൽ പേയ്മെൻ്റ് ആയിട്ട് നടപ്പിലാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് സീറോ ബാലൻസ്. സീറോ ബാലൻസ് ഉള്ള ഒരു ബാങ്ക് അക്കൗണ്ടിനെയാണ് നമ്മൾ സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓൺലി എൻ എമൗണ്ട് സഫീഷ്യൻറ്റ് ടു കവർ ഡേയ്സ് ചെക്സ്. ഒരു ദിവസത്തെ ചെക്ക് കവർ ചെയ്യാൻ ആവശ്യമുള്ള എമൗണ്ട് മാത്രമാണ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നുള്ളൂ. ഐഡിൽ ക്യാഷ് ബാലൻസ് ഈസ് ദസ് മിനിമൈസ്ഡ്. കൂടുതലുള്ള ക്യാഷ് ബാലൻസിനെ ഇവിടെ മിനിമൈസ് ചെയ്യാനും ഈ ഒരു പ്രോസസ്സ് കൊണ്ട് സാധിക്കും. നെക്സ്റ്റ് ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ. എന്താണ് ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ എന്ന് നോക്കാം. അണ്ടർ ദിസ് മെത്തേഡ് ഫേംസ് സെറ്റപ്പ് ഇറ്റ്സ് ഓൺ collection centers in the sites where there are majority of its customers. The customers mail their payments, processes them and records the transactions in the books of accounts. It then deposits the checks with the designated bank and transmit payment to the central office. Wholly owned collection center എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡ് പ്രകാരം ഫേംസ് സെറ്റപ്പ്
its own collection centers in the sites where there are majority of customers. കസ്റ്റമേഴ്സ് കൂടുതലുള്ള ഏരിയയിൽ അതിൻ്റെ കളക്ഷൻ സെൻറ്ററുകൾ ഒരു ഫേം സെറ്റപ്പ് ചെയ്യുകയും ദെൻ ദ കസ്റ്റമേഴ്സ് മെയിൽ ദെയർ പേയ്മെൻറ്റ്സ് പ്രോസസ്സസ് ദം ആൻഡ് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്. അതിനുശേഷം കസ്റ്റമേഴ്സ് മെയിൽ ദെയർ പേയ്മെൻറ്റ്സ് മെയിൽ ചെയ്യുകയും അതിന് കസ്റ്റമേഴ്സ് പേ ചെയ്യുന്ന പേയ്മെൻറ്റുകൾ മെയിൽ ചെയ്യുകയും ദെൻ പ്രോസസ്സസ് ദം ഇതിനെ ഫേം എന്ത് ചെയ്യുന്നത് പ്രോസസ്സ് ചെയ്യുകയും ആൻഡ് റെക്കോർഡ്സ് ദ ട്രാൻസാക്ഷനുകൾ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. It then deposits the checks with the designated ബാങ്ക്സിൽ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആൻഡ് ട്രാൻസ്മിറ്റ് ദ പേയ്മെൻറ്റ് ടു ദ സെൻട്രൽ ഓഫീസിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഫേംസ് സെറ്റ്സ് അപ്പ് ഇറ്റ്സ് ഓൺ കളക്ഷൻ സെൻറ്റേഴ്സ് ഇൻ ദ സൈറ്റ്സ് വേർ ദർ ആർ മെജോറിറ്റി ഓഫ് കസ്റ്റമേഴ്സ് ഉള്ള ഒരു ഏരിയയിൽ ഫേം അതിൻ്റെ തന്നെ കളക്ഷൻ സെൻറ്ററുകൾ സെറ്റപ്പ് ചെയ്യുകയും കസ്റ്റമേഴ്സ് അവരുടെ പേയ്മെൻറ്റ് മെയിൽ ചെയ്യുമ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്യുകയും അവരുടെ ബുക്സ് ഓഫ് അക്കൗണ്ടിൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതിനുശേഷം ചെക്സുകൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഡെസിഗ്നേറ്റഡ് ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആൻഡ് ട്രാൻസ്മിറ്റ് ദ പേയ്മെൻറ്റ് ടു ദ സെൻട്രൽ ഓഫീസിലേക്ക് പേയ്മെൻറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. അതിനെയാണ് ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് പ്രീ ഓതറൈസ്ഡ് ചെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ദ ചെക്സ് വിത്ത് കസ്റ്റമർ പ്രീ സൈൻഡ് ചെക്സ്. ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് കറസ്പോണ്ട്സ് ടു ദ ഡേറ്റ് വെൻ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ. The supplier deposits the check on the appointed date and the amount is credited to his account. പ്രീ ഓതറൈസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് പ്രീ സൈൻഡ് ആയിരിക്കും. അവർ സൈൻ ചെയ്തതിന് ശേഷമാണ് ചെക്ക് എന്നുള്ള ഡെപ്പോസിറ്റ് ചെയ്യുക. ചെക്കിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് ട്രാൻസ്ഫർ ചെയ്യാനോ അല്ലെങ്കിൽ മറ്റു വ്യക്തിയിലേക്ക് പണം കൈമാറ്റം ചെയ്യാനോ കഴിയുകയുള്ളൂ. ചെക്ക് ഈസ് എൻ ഡോക്യുമെൻറ്റ് വിച്ച് ഈസ് എൻഡോഴ്സിബിൾ എന്ന് പറയുന്നത് എൻഡോഴ്സ് ചെയ്തുകൊണ്ട് മാത്രം കൈമാറ്റം ചെയ്യാവുന്ന ഡെലിവറി ബൈ എൻഡോഴ്സ്മെൻറ്റ് ഉള്ള ഒരു ഡോക്യുമെൻ്റാണ് ചെക്ക് എന്ന് പറയുന്നത്. അതായത് ചെക്കിൻ്റെ പുറകുവശത്ത് നമ്മൾ പേരെഴുതി സൈൻ ചെയ്യുമ്പോൾ മാത്രമാണ് അത് കൈമാറ്റം ചെയ്യാനുള്ള അവസ്ഥ ഉണ്ടാവുന്നുള്ളൂ. സോ പ്രീ സൈൻഡ് ചെക്കുകൾ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുകയും ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് കറസ്പോണ്ട്സ് ടു ദ ഡേറ്റ്, അതായത് ഡേറ്റിന് കറസ്പോണ്ട് ആയിട്ടുള്ള പർട്ടിക്കുലർ ഡേറ്റിൽ ഡേറ്റ് ഓഫ് ദ ചെക്ക് കറസ്പോണ്ട് ടു ദ ഡേറ്റ് വെൻ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ. പേയ്മെൻറ്റ് ഡ്യൂ ചെയ്യുന്ന ദിവസത്തിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഡേറ്റിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ചെക്ക് എന്നുള്ളത് പ്രീ ഓതറൈസ്ഡ് ചെക്കായിട്ട് മാറും. സപ്ലയർ ഡെപ്പോസിറ്റ്സ് ദ ചെക്ക് ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേറ്റിൽ സപ്ലയർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആൻഡ് എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്, അവരുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് എന്നുള്ളത് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അതായത് പ്രീ ഓതറൈസ്ഡ് ചെക്ക് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ എന്ത് ചെയ്യും? കസ്റ്റമർ എന്ന് പറഞ്ഞ വ്യക്തി ഉൽപ്പന്നങ്ങൾ വാങ്ങിയ വ്യക്തി സ്വാഭാവികമായിട്ടും അതിൻ്റെ എമൗണ്ട് എന്നുള്ളത് ചെക്കായിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ പ്രീ സൈൻഡ് ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യും. ആ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഇതെന്ന് പറയുന്നത് ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് കറസ്പോണ്ട്സ് ടു ദ പ്രീ ഓതറൈസ്ഡ് ചെക്സ് എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ദ ചെക്ക് വിത്ത് കസ്റ്റമർ പ്രീ സൈൻഡ് ചെക്സ്. കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്ന ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് സൈൻ ചെയ്തിട്ടുള്ള ചെക്കുകളായിരിക്കും കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവുക. ദ ഡേറ്റ് ഓഫ് ദ ചെക്ക് കറസ്പോണ്ട്സ് ടു ദ ഡേറ്റിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഡേറ്റിലുള്ള ചെക്ക് എന്ന് പറഞ്ഞാൽ വെൻ പേയ്മെൻറ്റ് ഈസ് ഡ്യൂ പേയ്മെൻ്റ് ഉള്ള ചെക്കുകൾ കറസ്പോണ്ട് ആയിട്ടുള്ള ഡേറ്റിൽ കസ്റ്റമേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുകയും അതായത് ഡെപ്പോസിറ്റ് ചെയ്യുകയും സപ്ലയർ ഡെപ്പോസിറ്റ്സ് ചെക്ക് ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേറ്റിൽ സപ്ലയർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആൻഡ് എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്, ആ വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. അത്തരത്തിലുള്ള രീതിയാണ് പ്രീ ഓതറൈസ്ഡ് ചെക്സ് എന്ന് പറയുന്നത്. കസ്റ്റമേഴ്സ് ഡെപ്പോസിറ്റ് ദ ചെക്ക് വിത്ത് ദ കസ്റ്റമർ പ്രീ സൈൻഡ് ചെക്സ്. കസ്റ്റമർ പ്രീ സൈൻഡ് ചെക്സിൽ കസ്റ്റമേഴ്സ് എന്ത് ചെയ്യും? ഡെപ്പോസിറ്റ് ചെയ്യുകയും ഡേറ്റ് ഓഫ് ദ ചെക്ക് കറസ്പോണ്ട്സ് ടു ദ ഡേറ്റിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ പേയ്മെൻറ്റ് ഡ്യൂ ചെയ്യുന്ന ഡേറ്റിന് കറസ്പോണ്ട് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ ചെക്ക് എന്നുള്ളത് ഡെപ്പോസിറ്റ് ചെയ്യുകയും ആൻഡ് ദ സപ്ലയർ ഡെപ്പോസിറ്റ്സ് ദ ചെക്ക് ഓൺ ദ അപ്പോയിൻറ്റഡ് ഡേറ്റിൽ സപ്ലയർ ചെക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയും എമൗണ്ട് ഈസ് ക്രെഡിറ്റഡ് ടു ഹിസ് അക്കൗണ്ട്, വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ടെക്നിക്കാണ് ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്താണ് ഫ്ലോട്ട് മാനേജ്മെൻറ്റ് നോക്കാം. ഫ്ലോട്ട് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ടെക്നിക് ടു ലെസൺ ദ ലെങ്ത് ഓഫ് ദ ക്യാഷ് സൈക്കിൾ. ക്യാഷ് സൈക്കിളിൻ്റെ ലെങ്ത്തിനെ ലെസൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. വെൻ എ ഫേം റിസീവ്സ് ഓർ മേക്സ് പേയ്മെൻറ്റ്സ് ഇൻ ചെക്സ് there is usually a time gap between the time the check is returned and when it is cleared. അതായത് ഒരു ഫേം ചെക്ക് റിസീവ് ചെയ്യുമ്പോഴോ പേയ്മെൻറ്റ് ചെയ്യുമ്പോഴോ അവിടെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ചെക്ക് എഴുതുന്നതും അതുപോലെ തന്നെ ചെക്ക് ക്ലിയർ ചെയ്യുന്നതും തമ്മിലുള്ള ഒരു ടൈം ഗ്യാപ്പ് ഉണ്ടാവും. ദിസ് ടൈം ഗ്യാപ്പ് ഈസ് കാൾഡ് ഫ്ലോട്ട്. ഈ ടൈം ഗ്യാപ്പിനെയാണ് നമ്മൾ ഫ്ലോട്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫേംസ് ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ്.
ഫ്ലോട്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഒരു ഫേമിൻ്റെ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഫ്ലോട്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് ചെക്ക് ഇഷ്യൂഡ് ബട്ട് നോട്ട് പ്രസൻറ്റഡ് ഫോർ പേയ്മെൻറ്റ് ഈസ് നോൺ ആസ് പേയ്മെൻറ്റ് ഫ്ലോട്ട്. എമൗണ്ട് ഓഫ് ചെക്ക് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പക്ഷേ പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടില്ല, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേയ്മെൻറ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. എമൗണ്ട് ഓഫ് ചെക്ക് ഡെപ്പോസിറ്റഡ് ഇൻ ദ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു ബട്ട് നോട്ട് യെറ്റ് ക്ലിയർ ആയിട്ടില്ല, അതായത് ഫണ്ടായിട്ട് ക്ലിയർ ആയിട്ടില്ല, അത്തരത്തിലുള്ള ചെക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റെസിപ്റ്റ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. സോ നെറ്റ് ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പേയ്മെൻറ്റ് ഫ്ലോട്ട് ആൻഡ് കളക്ഷൻ ഫ്ലോട്ട് അഥവാ റെസിപ്റ്റ് ഫ്ലോട്ട്. പേയ്മെൻറ്റ് ഫ്ലോട്ടും കളക്ഷൻ ഫ്ലോട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ ടോട്ടൽ നെറ്റ് ഫ്ലോട്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതായത് ഈ ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാഷ് സൈക്കിളിൻ്റെ പീരിയഡ് ലെങ്ത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടെക്നിക്കാണ്. അതായത് ഇറ്റ് ഈസ് ദ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ഫേംസ് ക്യാഷ് ബാലൻസ് ആൻഡ് ബാങ്ക് ബാലൻസ്. ഫേമിൻ്റെ ക്യാഷ് ബാലൻസും ബാങ്ക് ബാലൻസും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് ഫ്ലോട്ട് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഓർ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടൈം ഓഫ് ദ ചെക്ക് റിട്ടേൺ ആൻഡ് വെൻ ഇറ്റ് ഈസ് ക്ലിയർഡ്. ചെക്ക് റിട്ടേൺ ചെയ്തതും അത് ക്ലിയർ ചെയ്യുന്നതും തമ്മിലുള്ള ഗ്യാപ്പാണ് ഈ ഫ്ലോട്ട് മാനേജ്മെൻറ്റ് എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അതിൽ തന്നെ ഇഷ്യൂ ചെയ്തിട്ടുള്ള ചെക്ക് പേയ്മെൻറ്റിന് വേണ്ടി പ്രസൻറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ പേയ്മെൻറ്റ് ഫ്ലോട്ട് എന്നും അല്ലെങ്കിൽ ഡിസ്ബേഴ്സ്മെൻറ്റ് ഫ്ലോട്ട് എന്നും പറയും. അതുപോലെ തന്നെ എമൗണ്ട് ഓഫ് ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് പക്ഷേ ക്ലിയർഡ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റെസിപ്റ്റ് ഫ്ലോട്ട് എന്നും പറയും. പേയ്മെൻറ്റ് ഫ്ലോട്ടും റെസിപ്റ്റ് ഫ്ലോട്ടും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ നെറ്റ് ഫ്ലോട്ട് എന്ന വാക്കുകൊണ്ടും സൂചിപ്പിക്കും. ഇനി ഇത് കൂടാതെ ക്യാഷ് മാനേജ്മെൻറ്റിന് മറ്റു ചില ടെക്നിക്സുകളും കൂടിയുണ്ട്, അതും കൂടിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മറ്റു ചില ടെക്നിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. There are other techniques needed for cash management. ക്യാഷ് മാനേജ്മെൻറ്റിന് ഉപയോഗിക്കാവുന്ന മറ്റ് ചില ടെക്നിക്സുകളെ കുറിച്ചും കൂടിയും ഇതിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ, എഫക്റ്റീവ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. എഫക്റ്റീവ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദിസ് ടെക്നിക് ഇൻവോൾവ്സ് ഇൻക്രീസിംഗ് ദ ടേൺ ഓവർ ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ടേൺ ഓവർ ഇൻക്രീസ് ചെയ്യുക. ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് കോർഡിനേഷൻ ബിറ്റ്വീൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്രൊഡക്ഷൻ പ്ലാനിങ്. ഡിമാൻഡ് ഫോർകാസ്റ്റിങ്ങും പ്രൊഡക്ഷൻ പ്ലാനിങ്ങും തമ്മിലുള്ള കോർഡിനേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക എന്നാണ് സൂചിപ്പിക്കുന്നത്. ദിസ് ഈസ് പോസിബിൾ ബൈ കീപ്പിംഗ് എ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഒരു സഫിഷ്യൻറ്റ് സ്റ്റോക്ക് കീപ്പ് ചെയ്തിട്ടാണ് ഇത് നടപ്പിലാക്കാൻ കഴിയുകയുള്ളൂ. ദിസ് ഈസ് പോസിബിൾ ബൈ കീപ്പിംഗ് എ സഫിഷ്യൻറ്റ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽസ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ്. റോ മെറ്റീരിയൽസിൻ്റെയും ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ഒരു സഫിഷ്യൻറ്റ് സ്റ്റോക്ക് കീപ്പ് ചെയ്യുമ്പോഴാണ് ഇത് പോസിബിളായിട്ട് മാറുള്ളൂ. നെക്സ്റ്റ്, മിനിമം ഓപ്പറേഷണൽ കോസ്റ്റ്. മിനിമം ഓപ്പറേഷണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അനദർ ടെക്നിക് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് ടു റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻവോൾവ്ഡ് ഇൻ ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാഷ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. റെഡ്യൂസ് ദ എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻവോൾവ്ഡ് ഇൻ ബിസിനസ് ഓപ്പറേഷൻ. ബിസിനസ് ഓപ്പറേഷനിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് ക്യാഷ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക്. ദ ഡിമാൻഡ് ഓഫ് എക്സസ് ക്യാഷ് ഇൻ ദ ബിസിനസ് ക്യാൻ ബി മിനിമൈസ്ഡ് ബൈ മാക്സിമൈസിംഗ് ദ ക്യാഷ് ടേൺ ഓവർ ഓഫ് ദ ബിസിനസ്. അതായത് ബിസിനസ്സിലുള്ള എക്സസ് ക്യാഷിൻ്റെ ഡിമാൻഡ് ഓഫ് എക്സസ് ക്യാഷിൻ്റെ ബിസിനസ് ക്യാൻ ബി മിനിമൈസ്ഡ്. ബിസിനസ്സിലുള്ള എക്സസ് ക്യാഷിൻ്റെ ഡിമാൻഡ് മിനിമൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ അല്ലെങ്കിൽ ക്യാഷ് ടേൺ ഓവർ മാക്സിമൈസ് ചെയ്യുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗ്ഗം. ഓപ്പറേഷണൽ കോസ്റ്റ് മിനിമം ആക്കുക, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റികൾ നടപ്പിലാക്കാൻ ആവശ്യമുള്ള കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യുകയും മാക്സിമം ക്യാഷ് ടേൺ ഓവർ നടപ്പിലാക്കുകയും ചെയ്യാം. അതിലൂടെ എന്ത് ചെയ്യാൻ കഴിയും? ഒരു ബിസിനസ്സിൻ്റെ എക്സസ് ക്യാഷിൻ്റെ ഡിമാൻഡിനെ മിനിമൈസ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ്, റെഡ്യൂസിങ് ദ ടൈം സ്പാൻ ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ. പ്രൊഡക്ഷൻ സൈക്കിളിൻ്റെ ടൈം സ്പാനിനെ റെഡ്യൂസ് ചെയ്യുക. അത് പറഞ്ഞാൽ എന്താണ്? അനദർ ടെക്നിക് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ് ഈസ് ടു റീസ്ട്രക്ചർ ദ പ്രൊഡക്ഷൻ സൈക്കിൾ ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ സൈക്കിളിനെ റീസ്ട്രക്ചർ ചെയ്യാം. ഇഫ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് ലോവർ ദെൻ ദ ഓർഗനൈസേഷൻ റിക്വയേഴ്സ് ടു മെയിൻറ്റെയിൻ ലെസ് cash balance with itself. This is because shorter production cycle would produce products in less time. In such a situation, the products can be sold early to generate cash inflow. This cash inflow can be further invested in production more goods, so the organization need not maintain huge cash reserves. Reducing the time span of production cycle എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രൊഡക്ഷൻ സൈക്കിളിനെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇഫ് ദ പ്രൊഡക്ഷൻ സൈക്കിൾ ഈസ് ലോവർ, പ്രൊഡക്ഷൻ സൈക്കിൾ ലോവർ ആണെന്നുണ്ടെങ്കിൽ ദെൻ ദ ഓർഗനൈസേഷൻ റിക്വയേഴ്സ് ടു മെയിൻറ്റെയിൻ ലെസ് ക്യാഷ് ബാലൻസ് വിത്ത് ഇറ്റ് സെൽഫ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് ക്യാഷ് ബാലൻസ് മാത്രം മതിയാവും. ദിസ് ഈസ് ബിക്കോസ് ഷോർട്ടർ പ്രൊഡക്ഷൻ സൈക്കിൾ വുഡ് പ്രൊഡ്യൂസ് പ്രൊഡക്ട്സ് ഇൻ ലെസ് ടൈം. കുറഞ്ഞ പ്രൊഡക്ഷൻ സൈക്കിളാണെന്നുണ്ടെങ്കിൽ കുറഞ്ഞ സമയത്തിന് തന്നെ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. ഇൻ സച്ച് എ സിറ്റുവേഷൻ, അത്തരത്തിലൊരു സിറ്റുവേഷനിൽ പ്രൊഡക്ട്സ് ക്യാൻ ബി സോൾഡ് ഏർലി ടു ജനറേറ്റ് ക്യാഷ് ഇൻഫ്ലോ. ക്യാഷ് ഇൻഫ്ലോ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡക്ട്സുകൾ വളരെ
ഏർലി ആയിട്ട് തന്നെ വളരെ നേരത്തെ തന്നെ സോൾവ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. ദിസ് ക്യാഷ് ഇൻഫ്ലോ ക്യാൻ ബി ഫർദർ ഇൻവെസ്റ്റഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് മോർ ഗുഡ്സ്. കൂടുതൽ ഉൽപ്പന്നങ്ങളുടെ പ്രൊഡക്ഷനിലേക്ക് ഇത് ഇൻവെസ്റ്റ് ചെയ്യാനും കഴിയും. സോ ദ ഓർഗനൈസേഷൻ നീഡ് നോട്ട് മെയിൻറ്റെയിൻ ഹ്യൂജ് ക്യാഷ് റിസർവ്സ്. അതുകൊണ്ട് തന്നെ ഓർഗനൈസേഷന് ഹ്യൂജ് ക്യാഷ് റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവുന്നില്ല. നെക്സ്റ്റ് നാലാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ വരുത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ദിസ് ഈസ് വൺ ഓഫ് ദ എഫിഷ്യൻറ്റ് ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു എഫിഷ്യൻറ്റ് ടെക്നിക്കാണ് ഇതെന്ന് പറയുന്നത്. ഇഫ് ആൻ ഓർഗനൈസേഷൻ ഹാസ് ഇനഫ് ക്യാഷ് ടു ഫുൾഫിൽ ഇറ്റ്സ് ഡിഫറെൻറ്റ് മോട്ടീവ്സ്, എക്സസ് ഓഫ് ഐഡിൽ ക്യാഷ് ക്യാൻ ബി ഇൻവെസ്റ്റഡ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡിഫറെൻറ്റ് മോട്ടീവ്സ് ഫുൾഫിൽ ചെയ്യാനുള്ള ആവശ്യത്തിന് ക്യാഷ് ഉണ്ടെങ്കിൽ എക്സസ് ഓഫ് ഐഡിൽ ക്യാഷ്, അധികമായിട്ട് വരുന്ന ക്യാഷ് എന്നുള്ളത് മാർക്കറ്റബിൾ സെക്യൂരിറ്റികളിൽ അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ദിസ് വിൽ ഏൺ റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ. ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു റീസണബിൾ റേറ്റ് ഓഫ് റിട്ടേൺ പ്രൊവൈഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദീസ് ആർ ദ ടെക്നിക്സ് ഓഫ് ക്യാഷ് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ക്യാഷ് മാനേജ്മെൻറ്റ് എന്താണെന്നും ക്യാഷ് മാനേജ്മെൻറ്റിന് ബന്ധപ്പെട്ടുള്ള ചില ടെക്നിക്സുകൾ. ഫസ്റ്റ് വൺ പറഞ്ഞത് ലോക്ക് ബോക്സ് സിസ്റ്റം, പിന്നെ കോൺസെൻട്രേഷൻ ബാങ്കിങ്, ഓട്ടോമേറ്റഡ് ക്ലിയറിംഗ് ഹൗസസ്, സീറോ ബാലൻസ് അക്കൗണ്ട്, ഹോളി ഓൺഡ് കളക്ഷൻ സെൻറ്റർ, പ്രീ ഓതറൈസ്ഡ് ചെക്സ്, ഫ്ലോട്ട് മാനേജ്മെൻറ്റ്, പിന്നെ മറ്റ് ചില പ്രധാനപ്പെട്ട ടെക്നിക്കലായിട്ടുള്ള എഫക്റ്റീവ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്, മിനിമം ഓപ്പറേഷണൽ കോസ്റ്റ്, റെഡ്യൂസിങ് ദ ടൈം സ്പാൻ ഓഫ് പ്രൊഡക്ഷൻ സൈക്കിൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇത്രയാണ് പ്രധാനപ്പെട്ടുള്ള ക്യാഷ് മാനേജ്മെൻറ്റിൻ്റെ ടെക്നിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ലോക്ക് ബോക്സ് സിസ്റ്റത്തിൻ്റെ ഒരു പ്രോബ്ലം, ഫ്ലോട്ട് മാനേജ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോബ്ലം, കോൺസെൻട്രേഷൻ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രോബ്ലം. ഈ 3 പ്രോബ്ലം നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. അത് ജസ്റ്റ് 2 മാർക്സിനൊക്കെ ചോദിക്കാവുന്ന ചില പ്രോബ്ലംസാണ്. സേവിങ്സും കോസ്റ്റും, അതായത് ഒരു എക്സാമ്പിൾ പറയുമെങ്കിൽ എ ലിമിറ്റഡ് ഹാസ് ആവറേജ് ഡെയിലി റെസിപ്റ്റ് ഓഫ് ₹1 lakh. 1 ലക്ഷം രൂപ ആവറേജ് ഡെയിലി റെസിപ്റ്റ് എ ലിമിറ്റഡിനുണ്ട്. ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ദാറ്റ് ദ ലോക്ക് ബോക്സ് സിസ്റ്റം വുഡ് റെഡ്യൂസ് ദ റിസീവബിൾ ബൈ 4 days. ലോക്ക് ബോക്സ് സിസ്റ്റം നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ 4 ദിവസം കൊണ്ട് റിസീവബിൾസ് നേടിയെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ദ സിസ്റ്റം വുഡ് കോസ്റ്റ് ₹30,000. 30,000 അതിൻ്റെ കോസ്റ്റ് എന്നുള്ളത്. ഈസ് ഇറ്റ് ആക്സെപ്റ്റബിൾ ഇഫ് ദ ഫേം ക്യാൻ ഏൺ 10% ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ 10% നേടാൻ കഴിയുമോ? ഈസ് ഇറ്റ് ആക്സെപ്റ്റബിൾ ആണോ? ഫേമിനെ സംബന്ധിച്ചിടത്തോളം അത് ആക്സെപ്റ്റബിൾ ആണോ? ഇഫ് ദ ഫേം ക്യാൻ ഏൺ 10% ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ 10% ഏൺ ചെയ്യാൻ ഫേമിന് നടപ്പിലാക്കാൻ കഴിയും. 10% ഏൺ ചെയ്യാൻ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ഈസ് ഇറ്റ് ആക്സെപ്റ്റബിൾ, ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? ഇഫ് ദ ഫേം ക്യാൻ ഏൺ 10% ഓൺ ഇറ്റ്സ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുകളിൽ 10% ഏൺ ചെയ്യുന്ന സമയത്ത് ഫേമിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ? അതിലെങ്ങനെ പറഞ്ഞാൽ റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂ ടു ലോക്ക് ബോക്സ് സിസ്റ്റം. ലോക്ക് ബോക്സ് സിസ്റ്റം മുഖാന്തരം ഇൻവെസ്റ്റ്മെൻറ്റിലുണ്ടായിട്ടുള്ള റിഡക്ഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷം × 4, അതായത് 4 ലക്ഷം. സേവിങ്സ് എന്നുള്ളത് എത്രയാണ്? 10% ഓഫ് 4 ലക്ഷം. 4 ലക്ഷത്തിൻ്റെ 10%, അതായത് 40,000. ബെനഫിറ്റ് എന്ന് പറയുന്നത് സേവിങ്സ് മൈനസ് കോസ്റ്റ്. 40,000-ൽ നിന്നും കോസ്റ്റ് ആയിട്ടുള്ള 30,000 കുറയ്ക്കുന്ന സമയത്ത് കിട്ടുന്ന 10,000. അപ്പോൾ സേവിങ്സ് ആണ് കൂടുതൽ, കോസ്റ്റ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, സിസ്റ്റം ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലോക്ക് ബോക്സ് സിസ്റ്റം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. 10% നടപ്പിലാക്കുന്ന സമയത്ത് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയും. സിസ്റ്റം ഈസ് ആക്സെപ്റ്റബിൾ എന്ന് പറയാം. അപ്പോൾ തന്നെ കോൺസെൻട്രേഷൻ ബാങ്കിങ്ങിൽ പറയുന്നുണ്ട് റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഡ്യൂ ടു കോൺസെൻട്രേഷൻ, ആവറേജ് ഡെയിലി റെസിപ്റ്റ് ഇൻറ്റു റിഡക്ഷൻ ഇൻ നമ്പർ ഓഫ് ഡേയ്സ്. അതായത് 5 ലക്ഷം × 4 20 ലക്ഷം. സേവിങ്സ് 20 ലക്ഷം. 10% ഓഫ് റിഡക്ഷൻ ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് 2 ലക്ഷം. 20 ലക്ഷത്തിൻ്റെ 10%. കോസ്റ്റ് 25,000 തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 ലക്ഷം മൈനസ് 25,000 1,75,000. അപ്പോൾ സിസ്റ്റം ഓഫ് കോൺസെൻട്രേഷൻ ബാങ്കിങ് അവിടെ ആക്സെപ്റ്റബിൾ ആണെന്ന് നമുക്ക് പറയാം. ഇങ്ങനെയൊക്കെയുള്ള ചില പ്രോബ്ലംസും കൂടി ഇതിൽ പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ വീഡിയോ കാണുക. ഓക്കെ, പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.